ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി? ഞങ്ങളിത് ഇവിടെ പാതിര കുർബാനയ്ക്ക് വന്നേക്കാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ അന്ന് 24-ാം തീയതി 10:30-ക്കായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ കുർബാന. അപ്പോൾ അവിടേക്ക് വന്നേക്കാണ്. കുർബാന ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വരെ അപ്പൂസ് ഉറങ്ങാമായിരുന്നു. പിന്നെ അവൻ എഴുന്നേറ്റു. പിന്നെ അവൻ ഭയങ്കര വാശിയും പൊക്കളായി. അപ്പോൾ ഞാനിവിടെ ട്രീറ്റ് എടുത്ത് കൊണ്ട് വന്നേക്കാണ്ടോ. അവനിപ്പോൾ എടുക്കാൻ സമ്മതിക്കാറില്ല. ഫുൾ ടൈം അവൻ താഴ്ത്തിറക്കി നടക്കണം കേട്ടോ. നടക്കുന്ന സമയത്ത് അവനാണെങ്കിൽ കല്ലും മണ്ണും ഒക്കെ പറക്കിക്കൊണ്ടേക്ക് ഇരിക്കുകയുള്ളൂ. പിന്നെ ഇതാണ്ടോ ഞങ്ങളുടെ പള്ളി, അമ്പഴക്കാട് ഫൊറോന ചർച്ചാണ്. നമുക്ക് പള്ളി ചുറ്റി നമുക്ക് ഈ പ്രദർശനത്തിൽ നമുക്ക് പങ്കുചേരുകയും ചെയ്യാം. ഇന്നലെ പള്ളി വന്നിട്ടാണ് ഇവിടെ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫോണൊക്കെ നോക്കി മെസ്സേജൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയപ്പോൾ ഏകദേശം 3-3.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. 3.5 മണിക്കൂറല്ല, 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ നേരം വൈകി 11 മണി 11:30 ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എഴുന്നേറ്റിപ്പോൾ. അപ്പോൾ രാവിലത്തെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഈ വണ്ടി അപ്പൂസുട്ടനെ അപ്പാപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. റിമോട്ട് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അവന് ഭയങ്കര പേടിയായിരുന്നു. ഇത് ഓണാക്കിയപ്പോൾ അവന് ഓട്ടി കയറി മേത്ത് കയറിയിരിക്കുകയായിരുന്നു. പിന്നെ അവന് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവന് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അവനെ ഓടിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ പേപ്പനും പിന്നെ കസിനും പിന്നെ അമ്മാമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അപ്പൂസിൻ്റെ ഓരോ കളികളൊക്കെ കണ്ടിരിക്കുന്നുണ്ടോ എല്ലാവരും. അവനിങ്ങനെ കാറൊക്കെ പിടിച്ച് വെക്കലും പിന്നെ കറക്കലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമായിട്ടോ ഉച്ചക്കത്തെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് അപ്പൂസുട്ടൻ എല്ലാവരും കസേരയുടെ അടിയിൽ പോയിട്ട് പിടിച്ച് വലിക്കലായിരുന്നു. അപ്പോൾ ഞാൻ അവനെ എടുത്ത് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഫുഡും ഉണ്ട്, ചിക്കൻ ഒഴിച്ച് ബാക്കി എല്ലാ കറികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവർ കഴിക്കാമെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ അപ്പൂസുട്ടനെ ആകെ പ്രശ്നമാക്കും. അപ്പോൾ പിന്നെ ഒരാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മുടെ ക്രിസ്മസ് ഫുഡ് കഴിക്കും. ഹലോ, ഹാപ്പി ക്രിസ്മസ്. അപ്പോഴേക്കും എൻ്റെ ചേച്ചിയും കൊച്ചും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ ഇന്ന് തന്നെ തിരിച്ച് വിദേശത്തേക്ക് പോയിട്ടോ. അപ്പോൾ ആൾക്ക് ടിക്കറ്റ് വന്നത് ഇന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. ക്രിസ്മസിന് ആളില്ലാത്തതുകൊണ്ട് സമയം 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പുറത്തൊന്ന് പോയി ചുറ്റിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് ആയിട്ടൊന്ന് പുറത്തൊന്ന് പോയില്ലെങ്കിൽ എന്തായാലും ക്രിസ്മസ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയിൽ 60 അടി ഉയരമുള്ള സാന്റാക്ലോസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് പോയി കാണാമെന്ന് ഇന്നലെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ചേച്ചിയൊക്കെ വന്നിട്ടുള്ളതല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വണ്ടിയും വേണ്ട പോയത്. 3 വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ പോയത്. അവിടുത്തെ സാന്താക്ലോസിനും അവിടുത്തെ പുൽക്കൂടൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മുടെ അവിടെ ഒരു കപ്പേളയുണ്ട് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ. അവിടെ അന്തോണി സ്പൂണുടെ രൂപമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് നേരെ
പാർക്കിലോട്ട് പോന്നു. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കിട്ട് വന്ന് കളിക്കുന്ന പാർക്കാണ് കേട്ടോ ഇത്. ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഒരു മാസത്തിലൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വലുതായപ്പോൾ അങ്ങനെ വരാറില്ല കേട്ടോ. പിന്നെ വന്നത് ഇത് ഇപ്പോഴാണ്. പാർക്കിലോട്ട് കിടക്കുന്ന എൻട്രൻസിൽ തന്നെ ഒരു പാവക്കുട്ടീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാവക്കുട്ടി പോലെ ഒരു ബൊമ്മക്കുട്ടീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കയ്യിൽ നമ്മൾ പിള്ളേരൊക്കെ കയറ്റിയിരുത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പൂസുട്ടീനെ അങ്ങനെ കയറ്റിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൂസേ നിലടുണ്ട്. അപ്പൂസേ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പോകുന്ന വഴിയിൽ നമ്മുടെ പള്ളിയിലും കൂടി ഒന്ന് കയറിയിട്ടോ. ഇന്നലെ ശരിക്കും അങ്ങോട്ട് ഇവിടുത്തെ പുൽക്കൂടൊന്നും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ ഇന്ന് ഇവിടെയും കൂടി കയറിയിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കുട്ടന് വാവുണ്ടാവല്ലേ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പുൽക്കൂടും അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണല്ലോ ഞങ്ങളുടെ ഇന്നത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.